തിരുവനന്തപുരത്ത് ട്രഷറിക്ക് മുന്നിൽ നിന്ന് ചന്തു കൂടി ചേരുന്നുണ്ട്. ചന്തു, ഏതായാലും അവിടെ സർക്കാർ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു, ഇന്നും ശമ്പളം മുടങ്ങുന്ന സാഹചര്യമാണെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ? രാജീവ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇവിടെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ, സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ ഇവർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് അവർ കടക്കുന്നത്. ധനമന്ത്രി പല വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് എത്തുന്നില്ല. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ തന്നെ നമ്മളൊപ്പം ചേരും. ഈ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ധനമന്ത്രി അല്പസമയം മുൻപ് പത്രസമ്മേളനത്തിലും പല വാദങ്ങളാണ് ഇതിന് പറയുന്നത്. സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സർക്കാരിന് ഒരു സാങ്കേതികതയുമില്ല. സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പണമില്ലായ്മയെ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി തെറ്റ് അംഗീകരിക്കുകയാണ് വേണ്ടത്. കേന്ദ്രത്തെയും മറ്റ് സംസ്ഥാന സർക്കാരുകളെയും കുറ്റം പറഞ്ഞുകൊണ്ടും അവരെക്കാൾ മെച്ചപ്പെട്ട ധനസ്ഥിതിയാണ് എന്ന് അഭിമാനം കൊണ്ടിട്ടും ഊറ്റം കൊണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. സർക്കാർ ജീവനക്കാരന് ശമ്പളം കിട്ടണം. ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുക, അത് 1-ാം തീയതി ശമ്പളം കൃത്യമായി അവർക്ക് ലഭിക്കേണ്ടതാണ്. പെൻഷൻകാർക്ക് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യും. ഇതൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് കാലാകാലങ്ങളായി ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശമ്പളം മുടങ്ങുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ഈ രീതിയിൽ ഇന്ന് 4-ാം തീയതി ആയിട്ട് പോലും ബഹുഭൂരിപക്ഷ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള ശമ്പളമാണ് ചോദിക്കുന്നത്. ആ ശമ്പളം ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന ഈ സർക്കാരിന്റെ ഈ ധാർഷ്ട്യം അത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഇവിടെ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയും മകുട ഉദാഹരണമാണ് ഈ സർക്കാർ. 2016 മുതൽ ഈ സർക്കാർ തുടങ്ങി വെച്ച എല്ലാ പരിപാടികളും പദ്ധതികളും ഗംഭീരമായ ധൂർത്തിലാണ് കലാശിച്ചിട്ടുള്ളത്. കിഫ്ബി വഴി പണം സമാഹരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഊരാളുകളിന് പണയം വയ്ക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ നാളിതുവരെ കൈക്കൊണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം സംജാതമായത്. ഈ ശമ്പളം ഇന്ന് എത്തുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൽ ഉറപ്പൊന്നുമില്ല. ശമ്പളം എത്തിയാൽ തന്നെ അതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതായി പത്രസമ്മേളനത്തിൽ ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അത്തരത്തിൽ തുക പിൻവലിക്കുന്നതിലടക്കം നിയന്ത്രണം വരുമെന്നാണ് പറയുന്നത്. അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ ചെയ്ത ജോലിക്ക് കൂലി ചോദിക്കുമ്പോൾ ആ കൂലി ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അത് ഞങ്ങൾ പറയും പോലെ എടുക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല. ആ നയം സ്വീകരിക്കുകയാണെങ്കിൽ സമരം ഞങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും രാജീവ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഗുരുതര ഏതായാലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലവിൽ സർക്കാർ ജീവനക്കാർ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ചന്തു നൽകിക്കൊണ്ടിരുന്നത്.